കഴിഞ്ഞ കാലത്തെ പോലെ ഇരിക്കണം എന്നെനിക്ക് താല്പര്യമില്ല. എന്നാൽ നമ്മൾ ഈ ദേശത്തിന് കോളേജുകളിൽ നേതൃത്വമാണ്. ഞാൻ ഈ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 10 മൈൽ സഞ്ചരിച്ചുള്ളവർ എന്നോട് പഠിക്കുന്ന കുട്ടിയുണ്ട്. ഞാൻ നിങ്ങളിൽ വലിയ ഭാഗമാണ് കോളേജിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കോളേജിൽ അനുഗ്രഹിക്കട്ടെ. മാതൃകാപരമായ കോളേജിലൂടെ കേരളം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. ഈ സംഗമം 10 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ അറ്റ്ലാന്റയിൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ വളരെ വിപുലമായ ആശയങ്ങളോടുകൂടി നടത്തിയതിനു ശേഷം 10ാമത്തെ വർഷം കോഴഞ്ചേരിയിൽ വളരെ സമുചിതമായി കൊണ്ടാടുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോഴഞ്ചേരിയിലെ ഉപരിപഠനത്തിന് വേണ്ടി സാമ്പത്തികം കൊണ്ട് നേരുന്ന 10 കുട്ടികൾക്ക് വീതം സാമ്പത്തിക സഹായം നൽകുവാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ആളുകളെ കണ്ടുപിടിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നതിൽ ഞാൻ ചരിതാർത്ഥം കൊള്ളുകയാണ്. ബന്ധമുള്ള ആൾക്കാരുമായിട്ടുള്ളതായ ഓരോ ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഈ കോഴഞ്ചേരി സംഘം. അതിൽ കോഴഞ്ചേരിയിൽ സ്കൂളിൽ പഠിച്ചവർ കാണും, കോളേജിൽ പഠിച്ചവർ കാണും, ജോലി ചെയ്തവർ കാണും, കല്യാണം കഴിച്ചവർ കാണും, കല്യാണം കഴിക്കാൻ പോകുന്നവർ കാണും. എന്നാൽ ഇവരെ എല്ലാവരെയും ഞങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലുമായിട്ട് വിവിധ 50 സ്റ്റേറ്റുകളിലും കാനഡയിലും ഇങ്ങനെ ചിതറിക്കിടക്കുന്നതായ കോഴഞ്ചേരിയിലെ ആൾക്കാരെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് അന്യോന്യം സമ്പർക്കം പുലർത്തുവാനുള്ള ഒരു വേദിയാണ് ഈ കോഴഞ്ചേരി സംഘം. അതോടൊപ്പം തന്നെ വേറൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കോഴഞ്ചേരി വെച്ച് നടത്തിയത്? എന്നാൽ ഒന്ന് ഞാൻ പറയട്ടെ, ഈ കോഴഞ്ചേരി വെച്ച് നടത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം, ഞങ്ങൾ കുറച്ച് ഹതഭാഗ്യരെ വെളിയിൽ പോയി ജോലി തേടാൻ. ഇവിടെ ഞങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു, ഞങ്ങൾ പോകുന്നില്ലായിരുന്നു. ഞങ്ങൾ നാടും വീടും കൂട്ടയും കുടുംബവും എല്ലാം വിട്ട് മറുരാജ്യത്ത് പോയി 2 പണം സമ്പാദിക്കാൻ പോയവരാണെന്നാണ് ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കുള്ള ഒരു വിചാരം. അത് ശരിയാണ്. എന്നാൽ തിരിച്ച് ഞങ്ങളിവിടെ വരുമ്പോൾ ആ പഴയ സഹപാഠികളുടെ കൂടെ ഒന്നിരുന്ന് ഒന്ന് സംസാരിക്കാമല്ലോ, അവരെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഈ 10ാം വാർഷികം കോഴഞ്ചേരി സംഗമത്തിൻ്റെ കോഴഞ്ചേരിയിൽ വെച്ച് തന്നെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ട് കോഴഞ്ചേരി സംഗമം കൂടുന്ന അവസരത്തിൽ കോഴഞ്ചേരിക്കാർക്ക് അഭിമാനത്തോട് പറയാം, ഞങ്ങളായിട്ട് പൈനിയേഴ്സ്, പ്രവാസി ജീവിതത്തിന് തുടക്കം കൊടുത്ത പൈനിയേഴ്സ് ഞങ്ങളാണ് എന്ന് പറയാം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വിദേശത്തിനുള്ളത്. ഗൾഫ് രാജ്യങ്ങൾ